ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ച നേതാക്കൾ കാണാതെ പോകുന്ന ദേശീയപാതയോരത്തെ ദുരിതബാധിതരെക്കുറിച്ചാണ് ഇനി. കൊച്ചി ധനുഷ്കോടി പാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെ നീളുന്ന ഭാഗത്തെ ജനങ്ങളുടെ ദുരിതത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട്. ഓരോ തവണയും അധികാരികൾ നീട്ടുന്ന പ്രശ്നപരിഹാരം എന്ന വാഗ്ദാനം മാത്രമാണ് അവർക്കിപ്പോഴും ബാക്കിയായുള്ളത്. അടിമാലി കൂമ്പൻപാറയിൽ മനുഷ്യനിർമ്മിത ദുരന്തം അനുഭവിച്ച 30-ലേറെ കുടുംബങ്ങൾക്ക് സാമാന്യനീതി ഇപ്പോഴും പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൂമ്പൻപാറയിലെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങൾ തുടങ്ങുന്നത്. ഈ സൈഡിൽ കെട്ടിയിരിക്കുന്ന വാളുകളെല്ലാം അത്രയധികം പരിമിതമായ രീതിയിൽ ഈ മണ്ണിനെ തടഞ്ഞു നിർത്തുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായും മുകളിൽ നിന്നുള്ള മണ്ണിടിച്ചിലിനെ തടയാൻ പറ്റുന്നതല്ല. മണ്ണിൻ്റെ മുകളിൽ വലിയ രീതിയിൽ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തോടുള്ള ഗതാഗതത്തിന് വലിയ നിയന്ത്രണങ്ങളുള്ളത്. ഭാരവണ്ടികൾ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ എന്നിവ കടത്തിവിടാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഇവിടെ നോക്കിയാൽ വളരെ പ്രകടമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും. ₹4000 വാടകയും 10,000 രൂപ സെക്യൂരിറ്റിയും കൊടുത്താണ് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും ഞങ്ങൾക്കൊന്നും ഒരു ഫർണിച്ചർ ഒരു സാധനവും ഇല്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പിന്നെ ഇപ്പോൾ ഇതുവരെയായിട്ടും 15,000 തരാമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെയായിട്ട് അക്കൗണ്ടിൽ കയറിയിട്ടില്ല. ഇനി ഞങ്ങൾക്കുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. കൂമ്പൻപാറയിലെ ലക്ഷം വീട് ഉന്നതി ഇന്ന് ഒരു മൺകൂനയാണ്. അന്നന്ന് അധ്വാനിച്ച് സ്വരുക്കൂട്ടിയതെല്ലാം ചേർത്ത് വെച്ച് പലരും തീർത്ത സ്വപ്നങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിലുണ്ട്. വാസയോഗ്യമായ ഒരിടം പോലുമില്ലാതെയാണ് പലരും പല ക്യാമ്പുകളിലായി ഇപ്പോഴും കഴിയുന്നത്. അധികൃതർ നൽകിയ ഉറപ്പുകളെല്ലാം വെറും കടലാസ് രേഖകളായി. അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് എന്നും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം തരും എന്നും ഒരു വെറും വാക്ക് നൽകി ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും കൈയൊഴിഞ്ഞു. നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയായ EKK കൺസ്ട്രക്ഷന് വേണ്ടി മരം മുറിയും മറ്റു ജോലികളും ചെയ്തു നടന്ന ബിജുവിനാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യ കാല് നഷ്ടപ്പെട്ട് ആശുപത്രിയിലും. പക്ഷേ കാലണയുടെ സഹായം ആരും ഇതുവരെ നൽകിയില്ല. ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കാനോ പരിഗണിക്കാനോ യാതൊരുവിധ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുവരെ കാല് മുറിച്ച് കളഞ്ഞ ആ ചേച്ചി ഇങ്ങനെ വരാനൊരു നല്ല വീട് പോലും ഇല്ല. ഇപ്പം ആ വീടിനെക്കുറിച്ച് പോലും അവർ ചോദിക്കുന്ന പോലുമില്ല. ഈ ഭിത്തിയൊക്കെ വിണ്ട് കീറി, ഓൾറെഡി ഇവിടെ മൊത്തം പൊട്ടി ഭിത്തിയൊക്കെ വിണ്ട് കീറി കണ്ടിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് കാട്ടി ഞങ്ങൾ അവിടെ പോയി വീണ്ടും താമസിക്കുന്നത്? പണവും സ്വർണവും വിലപിടിപ്പുള്ള രേഖകളുമെല്ലാം ഈ മണ്ണിൻ്റെ അടിയിലുണ്ട്. ഇതേ ഇടം വാടകയ്ക്കെടുത്ത് താമസിച്ചവരും കുറവല്ല. ചോദിക്കാൻ ഇനി അധികാരികളാരും ബാക്കിയില്ല. അധികൃതർക്ക് ഈ വിഷയത്തിൽ മിണ്ടാട്ടം പോലുമില്ല. ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും കസേരയിലെത്താനായി തിരഞ്ഞെടുപ്പിൻ്റെ ഓട്ടത്തിലേക്ക് മാറി. ബാധിക്കപ്പെട്ടവർ, പൊതുജനങ്ങൾ കയ്യും നീട്ടി വീണ്ടും പെരുവഴിയിൽ നിൽക്കുന്നു. മണ്ണുമാന്തിയും മരം മുറിച്ചും നിർമ്മാണം നടത്തിയും വികസനത്തിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ മാത്രം ഈ നേതാക്കൾക്ക് സമയവുമുണ്ട്, അവസരവുമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു നാടിൻ്റെ സ്വപ്നമില്ലാതായ ഒരു ദിവസത്തിൻ്റെ ബാക്കിയാണ് എൻ്റെ താഴെ കാണുന്നത്. ബിജുവിൻ്റെ ആ കുടുംബത്തിൻ്റെ കട്ടിലിൻ്റെ അവശിഷ്ടങ്ങൾ, വീടിൻ്റെ ബാക്കി പത്രങ്ങൾ, ഇപ്പോഴും അവസാനമായി നിലച്ചുപോയ ഒരു ഘടികാരം, ഇതെല്ലാം ഇവിടെ സാക്ഷിയായി ഉണ്ട്. പക്ഷേ കാണേണ്ട അധികാരികൾ ഇപ്പോഴും മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നത് എന്തിനാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇവർ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പാപഭാരം ഇപ്പോൾ ചുമക്കുന്നതും ഇവർ തന്നെയല്ലേ? കരുണ കാണിക്കേണ്ടവർ കണ്ണടയ്ക്കുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് യഥാർത്ഥ നീതിയാണ്. ക്യാമറമാൻ ഹരീഷിനൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.